ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതുപോലെ പട്ടുപാവാടൻ്റെ മേലുള്ള ജമ്പറില്ലേ അതിൻ്റെ കട്ടിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് അളവാണ് കേട്ടോ. അപ്പം ഇതാണ് കട്ട് ചെയ്യാൻ പോകുന്ന തുണി. ഇതിൻ്റെ ലൈനിങ് ആണ് കേട്ടോ ആദ്യം കട്ട് ചെയ്യുന്നത്. നമ്മൾ ലൈനിങ് കട്ട് ചെയ്തിട്ടാണ് ഒറിജിനൽ തുണി ഇതാണ് കേട്ടോ. ഇതുകൊണ്ടാണ് അതുപോലെ അടിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ലൈനിങ് കട്ട് ചെയ്തിട്ട് ആ ലൈനിങ്ങിൻ്റെ മേലെ വെച്ചിട്ടാണ് ഈ ഒറിജിനൽ പീസ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ലൈനിങ് കട്ട് ചെയ്യണം ആദ്യം കാണാം. അപ്പം നമ്മളിത് അളവെടുക്കരുത്. ഒരു പച്ച കളർ ലൈനിങ് കേട്ടോ. പക്ഷേ ഇതിൽ കാണുമ്പോൾ വേറെ എന്തോ ഒരു കളർ പോലെ തോന്നുന്നുണ്ട്. പച്ച കളറാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇറക്കത 17 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. തുമ്പ് 17 ഇഞ്ച് ഇറക്കും, 1 ഇഞ്ച് തുമ്പ് 1.5 ഇഞ്ചും വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇറക്കം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇറക്കം ഇതുപോലെ എടുത്ത് ഇതുപോലെ 4 മടക്കാക്കി വെച്ചിട്ടാട്ടോ കട്ട് ചെയ്യണത്. ഇറക്കം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നെക്കിൻ്റെ അവിടെ 3 ഇഞ്ച് വീതി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഷോൾഡർ ഒരു 3.25 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. നെക്ക് ഇറക്കം ഒരു 5.5 മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്കിൻ്റെ ഇറക്കം 5.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇങ്ങനെ വരയ്ക്കും. പിന്നെ ആം ഹോളിൻ്റെ അവിടെ ഇറക്കം എടുക്കുന്നുണ്ട്, 5.5 എടുക്കുന്നുണ്ട് കേട്ടോ. ഇറക്കം ഇതുപോലെ വരച്ചിരിക്കും. ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ 8.25 ഇഞ്ചാട്ടോ മാർക്ക് ചെയ്യുന്നത്. ബോട്ടത്തിൻ്റെ അടിയിൽ 7 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നെക്ക് റൗണ്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ. റൗണ്ട് നെക്കാണ്. റൗണ്ട് നെക്ക് വരയ്ക്കും. ഒരു ഭാഗം ഇപ്പം നമ്മൾ ഇതുപോലെയാണ് വരച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു മോഡൽ വരും, ഇവിടെ വേറൊരു പീസിൽ ഇങ്ങനെ വെച്ചിട്ട് അടിക്കാനുള്ള കേട്ടോ. അപ്പം നമ്മളെ അടയാളപ്പെടുത്തൽ കഴിഞ്ഞ് കട്ട് ചെയ്യാണ് കേട്ടോ. കുറച്ച് തുമ്പും വിട്ട് തുമ്പ് വിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. This is it. അപ്പം നമ്മൾ കൈയുടെ പീസ് വെട്ടാൻ വേണ്ടി ഇതുപോലെ 4 മടക്കാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഇറക്കം 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പഫ് കൈ ആണ് കേട്ടോ. പഫ് കൈക്ക് വേണ്ടിയിട്ടുള്ള കട്ടിങ് ആണ്. വണ്ണം 5 ഇഞ്ച്. പിന്നെ ഇങ്ങനെ ഇവിടെ നിന്ന് 3.5 ഇഞ്ച് മേലിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ അങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് നമ്മൾ പഫിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് അടയാളം വയ്ക്കുന്നുണ്ട് കേട്ടോ. പഫ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ നിന്ന് ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈയുടെ ഷേപ്പ് ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അടിയിൽ കുറച്ച് തുമ്പ് വിടുന്നുണ്ട്. നമ്മൾ മറ്റേതിൻ്റെ കൂടെ ഒറിജിനൽ തുണിയുടെ കൂടെ യോജിപ്പിച്ച് അടിക്കാനാണ്. കുറച്ച് തുമ്പം വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ഫ്രണ്ട് ഭാഗത്ത് വരുന്ന അവിടുത്തെ ഒരു ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ പഫിന് ഞെറിയിടാൻ വേണ്ടി അടയാളപ്പെടുത്തുന്നത്. ഇത്രയ്ക്ക് നമ്മൾ പഫിന് ഞെറിയിടാൻ വേണ്ടിയിട്ടുള്ള ഭാഗം.
നമ്മൾ ഒറിജിനൽ പീസും ഇതേപോലെ 4 മടക്കായി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുമ്പോൾ ലൈനിങ് കട്ട് ചെയ്തില്ലേ, അത് ഇട്ടിട്ട് അതേ അടയാളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും കേട്ടോ. ലൈനിങ് അതേപോലെ വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലൈനിങ്ങിൻ്റെ അടയാളത്തിൽ കട്ട് ചെയ്തെടുക്കും. ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ കയ്യിൻ്റെ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കൈയുടെ ലൈനിങ് പീസ് ഇതുപോലെ വെച്ചിട്ട് കയ്യും അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് 2 മടക്കാക്കി വെച്ചിട്ട് ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കും. അപ്പം കൈക്കുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ലൈനിങ്ങും ഒറിജിനൽ പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.